UDF പ്രഖ്യാപിച്ച KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയിൽ ഗതാഗത സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറി. KSRTC ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പിലാക്കിയാൽ മാസം 57 കോടി നഷ്ടമെന്ന റിപ്പോർട്ട്. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ നഷ്ടം 112 കോടിയെന്നും KSRTC. വിവരങ്ങളുമായി ദിൽന ദിനേശ് ചേരുകയാണ്. ദിൽന, ഇതാ എല്ലാവരും സ്ത്രീകളടക്കം സംസ്ഥാനത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന പദ്ധതിയാണ്. ഇത് ചുരുക്കം ചില ബസ്സുകളിലേക്ക് മാത്രം ഒതുക്കാനാണ് സർക്കാരിന്റെ നീക്കം. എന്താണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്ന റിപ്പോർട്ടിലുള്ളത്? മെയിൽ എന്നെല്ലാം പറഞ്ഞൊരു ജെൻഡർ ടിക്കറ്റിംഗ് എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ KSRTC കൈമാറിയത്. ഗതാഗത സെക്രട്ടറിക്കാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് കൈമാറിയത്. അതായത് അതിലെ നഷ്ടമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പിലാക്കിയാൽ മാസം 57 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ സിറ്റി ഫാസ്റ്റ് ഓർഡിനറിയും കൂടെ കൂട്ടുകയാണെങ്കിൽ 65 കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഫാസ്റ്റ് പാസഞ്ചർ കൂടെ ഇതിനോടുകൂടെ കൂടുകയാണെങ്കിൽ 90 കോടി രൂപയുടെ നഷ്ടവുമാണ് കണക്കാക്കുന്നത്. അത്തരത്തിൽ 3 വിധേന ഇതിന്റെ ഒരു നഷ്ടം ഇപ്പോൾ KSRTC കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുഴുവൻ ബസ്സുകളിലുമാണ് നഷ്ടം ഈ സൗജന്യ യാത്ര അനുവദിക്കുന്നതെങ്കിൽ 112 കോടിയുടെ നഷ്ടമാണുള്ളത്. അതായത് ഈ നഷ്ടക്കണക്ക് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് 3 മാസത്തേക്കുള്ളതാണ്. ഇപ്പോൾ ഈ KSRTC സമർപ്പിച്ചിരിക്കുന്നത് 3 മാസം കഴിഞ്ഞാൽ ഈ കണക്കിൽ മാറ്റം വരുമെന്നൊരു റിപ്പോർട്ട് കൂടെ ഇപ്പോൾ ഗതാഗത സെക്രട്ടറിക്ക് നൽകിയ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അക്ഷയ്, ഇല്ല, അങ്ങനെയെങ്കിൽ ചുരുക്കം ചില ബസ്സുകളിലേക്ക് ഒതുങ്ങുന്നു എന്നൊരു വിശകലനം കൂടി നേരത്തെയൊക്കെ പുറത്തു വന്നിരുന്നു. സമാന നിലയിലേക്ക് പോകാനാണ് സാധ്യത എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ഓർഡിനറി അടക്കം ചുരുക്കം ബസ്സുകളിലേക്ക് മാത്രം നടപ്പിലാക്കാനാണ് സാധ്യത. തീർച്ചയായും അക്ഷയ്, ജൂൺ 15 മുതൽ ഈ സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്നാണ് ആദ്യ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞതിനു ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത് എത്തരത്തിൽ നടപ്പിലാക്കുമെന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. ഇതിനെതിരെ പ്രൈവറ്റ് ബസ് ഓർഗനൈസേഷൻ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ബസ് ഉടമകൾക്കും ജീവനക്കാർക്കും ഉണ്ടാകുന്ന നഷ്ടം സൂചിപ്പിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങളും ഈ മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും അടക്കം നേരിൽ കാണുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവൻ ബസ്സിലാണോ അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ കണക്ക് മാത്രമാണോ ഈ ഒരു സൗജന്യ യാത്ര എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ കൂടുതലും ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കും ഈ ഒരു സൗജന്യ യാത്ര നടപ്പിലാക്കുക എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഓർഡിനറി ബസ്സിൽ നടപ്പിലാക്കിയാൽ മാത്രം 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ മറ്റു ബസ്സുകളിൽ ഈ ഫാസ്റ്റ് ബസ്സിലും മറ്റ് KSRTC ബസ്സുകളിലും എല്ലാം കൂടെ നടപ്പിലാക്കുമ്പോൾ 112 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും. എങ്ങനെ നോക്കിയാലും KSRTCക്ക് നഷ്ടം വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പക്ഷേ ജൂൺ 15 മുതൽ ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്നാണ് നിലവിൽ VD സതീശൻ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തന്നെ. അക്ഷയ്, ശരി, ദിൽന ദിനേശാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.